ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്റ്റ് വൈവ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. പ്രൊജക്റ്റ് വൈവ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് വൈവ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ആ പ്രൊജക്റ്റ് വൈവ വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോളേജിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും കൂടെ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ 4 ചാപ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്കാണ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, അതേപോലെ ഫൈൻഡിങ്സ്, സജഷൻ, കൺക്ലൂഷൻ എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഉള്ള കണ്ടൻറ്റുകൾ, ആ കണ്ടൻറ്റുകളിൽ നിന്ന് നമുക്ക് വൈവയ്ക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ, 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, റിസർച്ച് മെത്തഡോളജി, പീരീഡ് ഓഫ് സ്റ്റഡി, ലിമിറ്റേഷൻസ്. അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും സബ് ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ സബ് എലമെൻറ്റുകളാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്തുള്ളത്, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എന്താണോ, അപ്പോൾ നമുക്കൊരു ടോപ്പിക് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ നമുക്ക് 1 പേജോ 1.5 പേജോ അല്ലെങ്കിൽ ഒരു പേജ് മുതൽ 2 പേജ് വരെ നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എഴുതി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷനിൽ കൊള്ളിക്കുന്നത്. അതേപോലെ അടുത്ത രണ്ടാമത്തെ കാര്യം വെച്ചാൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്. ഇത് ചില കോളേജുകളിലെങ്കിലും ചിലപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ PG നമ്മുടെ MCOMൻ്റെ ഒക്കെ പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഏരിയ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് വൈവയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചേക്കാം, എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു കണ്ടൻറ്റ്, ഈ ഒരു ഭാഗം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് നമ്മോട് ചോദിക്കും. അപ്പോൾ എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ, നമുക്കറിയാം ഓരോ റിസർച്ചുകളും എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ടോപ്പിക്കും എന്ന് പറയുന്നത് ഓരോ അൺസോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ കണ്ടെത്തിയ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ റിസർച്ച് വർക്കുകൾ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതേപോലെയുള്ള ടോപ്പിക്കുകൾ മുൻകാലങ്ങളിൽ എടുത്ത് സ്റ്റഡീസ് നടത്തിയവർ കുറേ ആളുകളുണ്ടാവാം. അപ്പോൾ നമ്മുടെ ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതേ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റഡി നടത്തിയിട്ടുള്ള കുറേ ആളുകളുണ്ടാവാം. അവരവരുടെ സ്റ്റഡികൾ നമ്മൾ സെലക്ട് ചെയ്യുകയും ഈ സ്റ്റഡി നടത്തുന്നതിന് മുമ്പിട്ട് നമ്മൾ അത്തരം പ്രൊജക്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റഡികൾ എടുക്കുകയും നമ്മളത് എന്ത് ചെയ്യുകയും ചെയ്യണം, ഒന്ന് പഠിക്കുകയും വേണം. നമ്മുടെ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് അത്തരം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വിലയിരുത്തിയിട്ടുള്ള ഏരിയകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ കാണിക്കുന്നത്. മൂന്നാമത്തെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിക്കിനെ അവിടെ എന്ത് ചെയ്ത് വെക്കുന്നു, സ്റ്റേറ്റ് ചെയ്ത് വെക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ
നമ്മുടെ ടോപ്പിക് എന്താണ്, നമ്മൾ എന്ത് കാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ടോപ്പിക്കിലേക്ക് എത്തിയത് എന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുക. അടുത്താണ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട നീഡ് അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്. അത് വൈവ കണ്ടക്ട് ചെയ്യുന്ന അധ്യാപകനിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ എന്ത് കാരണത്താലാണ് അല്ലെങ്കിൽ എന്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് എന്നൊരു ചോദ്യം എവിടെ നിന്ന് വന്നേക്കാം, നമ്മുടെ അധ്യാപകനിൽ നിന്ന് വന്നേക്കാം എന്നുള്ളതാണ്. പിന്നെ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി ഒരു ചെറിയ ഏരിയ ആയാലും മതി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 സെൻറ്റൻസ് ഉള്ള ഒരു ചെറിയ പാരഗ്രാഫിൽ എഴുതി വെച്ചാലും മതി. നമ്മൾ ഈ നടത്തുന്ന സ്റ്റഡിയുടെ സ്കോപ്പ് എന്താണെന്ന് ചെറിയ സെൻറ്റൻസിൽ എഴുതുക. അതിനകത്ത് നമ്മുടെ ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്റ്റഡി നടത്തുമ്പോൾ ആ സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്. നമ്മൾ സാധാരണഗതിയിലൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ 3 മുതൽ 5 വരെയൊക്കെയുള്ള ഏറ്റവും മാക്സിമം ഒരു 5 വെക്കാറുണ്ട് എന്നുള്ളതാണ്. 3 മുതൽ 5 വരെയൊക്കെയുള്ള ഒബ്ജക്റ്റീവുകൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അത് കാണാതെ പഠിച്ചു പോകണം, അത് കാണാതെ പഠിക്കുകയും വേണം. ആ ഒബ്ജക്റ്റീവുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവിനെ കുറിച്ച് നമുക്ക് നല്ല ഒരു എന്തുണ്ടാവുകയും വേണം, അറിവ് അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാവുകയും കൂടെ വേണം. നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് നോക്കിയിട്ട് അത് കാണാതെ പഠിച്ചിട്ട് പോവാതെ നമ്മുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ ആത്മാവെന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റീവ്സിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നൊരു വലിയ ഏരിയ ആണ്. നമ്മൾ ഈ 4th സെമസ്റ്ററിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട്, ഒരു ഏരിയ. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്തുനിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അത് നമ്മളൊരു പ്രത്യേക സ്ലൈഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ സ്ലൈഡ് നോക്കി നമുക്ക് പറയാം. പിന്നെ നമുക്കുള്ളത് പീരീഡ് ഓഫ് സ്റ്റഡിയാണ്. അത് എല്ലാ കോളേജുകളിലും ഉൾപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ കോളേജിൽ ഉൾപ്പെടുത്താറുണ്ട്. എത്ര ടൈം എടുത്തിട്ടാണ് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മളൊരു സെൻറ്റൻസിൽ എഴുതി വെക്കാറുണ്ട്. പിന്നെ ലിമിറ്റേഷൻസ് നമ്മൾ ഈ സ്റ്റഡി നടത്തുമ്പോഴും ആ നടത്തുന്ന സ്റ്റഡിയിലും നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ചില ലിമിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ആ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മളൊരു 4-5 സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ പോയിൻ്റ് വൈസ് ആയിട്ട് അവിടെ എഴുതാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഇങ്ങനെ അങ്ങ് പോകും. അതിനകത്ത് റിസർച്ച് മെത്തഡോളജി ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തും. എന്താണ് ഡേറ്റ കളക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? ഡേറ്റ കളക്ഷനെ കുറിച്ച് നമ്മൾ വലിയ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ +2-നായാലും +2ൻ്റെ എക്കണോമിക്സ് പേപ്പറിലായാലും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ ആയാലും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആദ്യം പറയുന്നത് സോഴ്സസ് ഓഫ് ഡേറ്റ കളക്ഷൻ. നമ്മൾ ഏതെല്ലാം രീതിയിൽ അല്ലെങ്കിൽ ഏതെല്ലാം സോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പ്രൈമറി ഡേറ്റയുണ്ട്, സെക്കൻഡറി ഡേറ്റയുണ്ട്. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഡേറ്റ എന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഒരാളിൽ നിന്ന് നമ്മൾ ഒരു ഡേറ്റ നമ്മൾ ആദ്യമായി പോയി ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റനെയർ കൊടുത്ത് അവരിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റകളെ നമുക്ക് പ്രൈമറി ഡേറ്റ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഒരു തവണ കളക്ട് ചെയ്ത ഡേറ്റ അത് ചിലപ്പോൾ വീഡിയോയുടെ രൂപത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ ജേണലിൻ്റെ രൂപത്തിലോ ടെക്സ്റ്റിൻ്റെ രൂപത്തിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ച ആ ഡേറ്റകൾ നമ്മൾ പിന്നീട് എടുത്ത് ഉപയോഗിക്കുന്നത് തന്നെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് ഡേറ്റ കളക്ഷൻ 2 തരത്തിലാണ്. പിന്നെ സാമ്പിളിംഗ് ടെക്നിക് ഉണ്ട്, അല്ലേ? സാമ്പിളിംഗ് ടെക്നിക്ക്, കൺവീനിയൻസ് സാമ്പിളിങ്, അങ്ങനെയുള്ള പലതരം സാമ്പിളിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും. നിങ്ങൾ ഇവിടെ ഉപയോഗിച്ച സാമ്പിളിംഗ് ടെക്നിക്ക് ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. ഇനി നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിലോ, ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ. അപ്പോൾ ഒരു കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ ആ വൈവ കണ്ടക്ട് ചെയ്യുന്ന അധ്യാപകൻ ചോദിക്കുക, വാട്ട് ഡു യു മീൻ ബൈ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നൊരു ചോദ്യം ചോദിക്കുക. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകണം. നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണെന്ന് ചോദിക്കും. പലർക്കും പറ്റുന്ന അബദ്ധമാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ UG പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഗ്രൂപ്പ് പ്രോജക്റ്റുകളാണല്ലോ. അപ്പോൾ അതിനകത്ത് ആക്റ്റീവായിട്ട് ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ 2-3 പേരായിരിക്കും. 1-2 പേരെങ്കിലും അതിനകത്ത് വെറുതെ പേരുകാർ മാത്രമായിരിക്കും, പേരുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും.
അപ്പോൾ അത്തരക്കാർക്കൊക്കെയാണ് ഈ പ്രശ്നം പറ്റുന്നത്. സാമ്പിൾ സൈസ് എത്രയാണെന്ന് പോലും ചിലപ്പം അവർക്ക് അറിയാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ എത്ര സാമ്പിൾ എടുത്താണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ക്വസ്റ്റനെയർ ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നത്, ഗൂഗിൾ ഫോമിനകത്ത് ക്വസ്റ്റനെയർ ടൈപ്പ് ചെയ്തിട്ട് ആ ക്വസ്റ്റനെയർ നമ്മൾ പലർക്കായിട്ട് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെസ്പോൺസ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൂൾ ഫോർ ഡേറ്റ അനാലിസിസ് ഏതൊക്കെയാണ് ചോദിക്കും. ഇതെല്ലാം റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ടൂൾ ഫോർ ഡേറ്റ അനാലിസിസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്, ടേബിൾസ് ഉണ്ട് അല്ലേ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ എവിടെ റെപ്രസെൻ്റ് ചെയ്യും, ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ ഡേറ്റ നമ്മൾ ഡയഗ്രാം ഗ്രാഫുകളിൽ റെപ്രസെൻ്റ് ചെയ്യും. അത് ചിലപ്പോൾ പൈ ചാർട്ട് ആവാം, പൈ ഡയഗ്രാം ആവാം, ബാർ ഡയഗ്രാം ആകാം. അങ്ങനെയുള്ള പല ഡയഗ്രങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാഫുകളിൽ നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെൻ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷൻ. നമ്മൾ പെർസെൻറ്റേജ് അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടേബിൾസ് ഉപയോഗിക്കുന്നുണ്ട്, ഡയഗ്രാംസ് ഉപയോഗിക്കുന്നുണ്ട്, പെർസെൻറ്റേജ് അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ ഒരു ഒരു അനാലിസിസ് ചാപ്റ്ററിനകത്ത് ഒരു പേജ് എടുത്തിട്ട് ഡേറ്റ ഉപയോഗിച്ച്, ആ ടേബിളിൻ്റെ ഡേറ്റ ഉപയോഗിച്ച് എനിക്കൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തു തരാൻ ചിലപ്പോൾ ആ അധ്യാപകൻ പറയും. അതേപോലെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ആ ടേബിൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം. ടേബിൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ടേബിളിനകത്ത് ഡേറ്റ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ഈ ടേബിളിൽ ഒരു ഡേറ്റ തന്നാൽ അതിനെ എങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്രാഫ് കണ്ട് നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു 2 നമ്പേഴ്സ് തന്ന്, ഇപ്പം ടോട്ടൽ നമ്പറുണ്ട്, മറ്റ് ഫ്രീക്വൻസി എത്രയാണെന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. ഇത്രയാണ് റിസർച്ച് മെത്തഡോളജിയിലുള്ളത്. അപ്പോൾ റിസർച്ച് മെത്തഡോളജി ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതിനുശേഷമാണ് നമുക്ക് വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ്. തിയററ്റിക്കൽ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ അധികം പറയാനില്ല. എന്ന് വെച്ചാൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ടോപ്പിക് ഏതാണോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പരമാവധി സെക്കൻഡ് ഹാൻഡ് ഡേറ്റാസ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ഉൾക്കൊള്ളിക്കുന്ന ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് ഈ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് എവിടെ കൊള്ളിക്കാം, ഈ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ കൊള്ളിക്കാം. അതേപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഈ സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറികളുണ്ടാവാം. ഇപ്പോൾ എബ്രഹാം മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി, എർഗ് തിയറി, അങ്ങനെയുള്ള കുറേ തിയറികളുണ്ട്, സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത്തരം തിയറികളൊക്കെ നമുക്ക് ഇവിടെ കൊള്ളിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പകുതിയോളം പേജസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നിന്ന് വളരെ മിനിമലായിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചേക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചെറിയ ചോദ്യം ചോദിച്ചേക്കാം. ഇപ്പം മിൽമ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മിൽമയുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ മിൽമയ്ക്ക് പ്രധാനമായിട്ട് എത്ര റീജിയണൽ ഓഫീസുകളുണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള പലതരം ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വളരെ മിനിമലായിരിക്കും, അവിടുന്ന് ഒരുപാടൊന്നും ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും മൂന്നാമത്തെ ചാപ്റ്ററാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മുടെ ഒരുപാട് ശ്രമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ടാണ് അതിൻ്റെ ടേബിൾസും ഗ്രാഫും അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും. നമ്മൾ പ്രൊജക്റ്റ് വർക്ക് നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പലയിടത്തും നമുക്ക് ഈ കട്ട് പേസ്റ്റ് എന്നൊരു പരിപാടി ഉണ്ടല്ലോ. പക്ഷേ ഈ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആ കട്ട് പേസ്റ്റ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റനെയർ കൊടുത്ത് കളക്ട് ചെയ്യുന്ന ഡേറ്റകളെ നമ്മൾ എവിടേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, ടേബിളിലേക്കും ആ ടേബിൾ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് ഉണ്ടാക്കുകയും ടേബിളിലെയും ഗ്രാഫിലെയും നമുക്ക് കാണാൻ കഴിയുന്ന ഡേറ്റയെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് വെക്കുകയും വേണം. അതാണ് എന്തെന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റനെയറിനകത്ത് ഒരു 25 ചോദ്യങ്ങളാണ് ഉള്ളതെങ്കിൽ നമുക്ക് 25 പേജസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ചോദ്യത്തിന് തന്നെ അതിൻ്റെ
ആൻസർ വെച്ചിട്ട് ടോട്ടൽ റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് ഒരു ടേബിളും ഒരു ഗ്രാഫും അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനും വരും. അപ്പോൾ ഈ ടേബിളിനെയും ഗ്രാഫിനെയും ഇൻ്റർപ്രിട്ടേഷനെയും കൂടെ ഒരു പേജിലാണ് നമ്മൾ കൊള്ളിക്കുന്നതെങ്കിൽ 25 ചോദ്യങ്ങൾക്ക് 25 പേജ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടുന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങളും വന്നേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ടേബിൾ എടുത്ത് വെച്ചിട്ട് ആ ടേബിൾ ഒന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്ത് തരൂ, അല്ലെങ്കിൽ എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും, ഈ ഒരു ഗ്രാഫ് എടുത്ത് തന്നിട്ട് ആ ഗ്രാഫിനെ എനിക്കൊന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്ത് തരൂ എന്നൊക്കെ വൈവയ്ക്ക് ഒരു പക്ഷേ ചോദിച്ചേക്കാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് ഫൈൻഡിങ്സ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻ. നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ഇത്, നമ്മുടെ ഫൈൻഡിങ്സ്, സജഷൻ, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡിയിലൂടെ നമ്മൾ കണ്ടത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഓരോ ചോദ്യത്തിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓരോ ഫൈൻഡിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 50 സാമ്പിളാണ് എടുത്തതെന്ന് വിചാരിച്ചോ. ഇപ്പോൾ 50 സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് ഓരോ ചോയ്സ് ഉണ്ടാകുമല്ലോ. അപ്പോൾ മെജോറിറ്റിയും ഏത് ചോയ്സാണ് ആൻസർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫൈൻഡിങ്സ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു 25 ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എത്ര ഫൈൻഡിങ്സ് ഉണ്ടാകും, ഒരു 25 ഫൈൻഡിങ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചപ്പോൾ ഈ ഫൈൻഡിങ്സിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സജഷൻ, കുറച്ച് സജഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് മിൽമ എന്ന് പറയുമ്പോൾ മിൽമയ്ക്ക് നമുക്ക് എന്തെല്ലാം സജഷൻസ് കൊടുക്കാൻ പറ്റും, അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സജസ്റ്റ് ചെയ്യാം, അതാണ് നമ്മുടെ എന്ന് പറയുന്നത് സജഷൻ എന്ന് പറയുന്നത്. പിന്നെ കൺക്ലൂഷനാണ്, നമ്മൾ ഈ സ്റ്റഡിയിൽ നിന്ന് എന്ത് കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കഴിയുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഏരിയ കഴിയുകയാണ്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ബിബ്ലിയോഗ്രഫിയാണ്. ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെല്ലാം ബുക്കുകൾ റെഫർ ചെയ്തു, ജേണൽസ് റെഫർ ചെയ്തു, അതേപോലെ തന്നെ വെബ്സൈറ്റ് വല്ലതും റെഫർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടും. അങ്ങനെ റെഫർ ചെയ്തിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളുടെയും ഒരു ഒരു റെഫറൻസ് പേജാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ബിബ്ലിയോഗ്രഫി എന്ന് പറയുക. ഈ ബിബ്ലിയോഗ്രഫി എഴുതുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്, പല സ്റ്റൈലുണ്ട്. APA സ്റ്റൈൽ എന്ന് പറയുന്ന സ്റ്റൈലുണ്ട്, അങ്ങനെ അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റൈലുണ്ട്. അപ്പോൾ ആ സ്റ്റൈൽ അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് കൊള്ളിക്കാവൂ, ബിബ്ലിയോഗ്രഫി അതിനകത്ത് കൊള്ളിക്കാവൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റൈലിലാണ് അത് കൊള്ളിക്കുന്നതെങ്കിൽ ആ സ്റ്റൈൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. നമ്മൾ UGയിലൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ PG പരീക്ഷയ്ക്കാണെങ്കിൽ MCOM പോലെയുള്ള സബ്ജക്റ്റുകളുടെ കോഴ്സുകളുടെ പ്രൊജക്റ്റ് വൈവ ആണെങ്കിൽ അവിടെ ഈ എന്ത് ചോദിക്കും, ഇത് ഏത് സ്റ്റൈലിലാണ് നിങ്ങൾ ഈ ബിബ്ലിയോഗ്രഫി ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചേക്കാം. പിന്നെ അവസാനമായി നമ്മൾ കാണിക്കുന്നത് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ നമ്മൾ എന്ത് ഉൾപ്പെടുത്തണം, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ഉണ്ടാവുമല്ലോ, ആ ഒരു ക്വസ്റ്റ്യനെയർ അവിടെ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണൊരു പ്രൊജക്റ്റ് വൈവ വരുന്നത്. അപ്പം വൈവയിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ടോപ്പിക്ക് വളരെ കൃത്യമായി പഠിക്കുക, അതേപോലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് എൻ്റെ ആ ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പ്രോബ്ലത്തെ നമുക്കെങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റഡിയുടെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് വളരെ പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചേക്കുക എന്നുള്ളതാണ്. പിന്നെ റിസർച്ച് മെത്തഡോളജിയാണ്. റിസർച്ച് മെത്തഡോളജി ഉറപ്പായിട്ടും നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഡേറ്റ കളക്ഷൻ ഏതാണ്, അതേപോലെ സാമ്പിളിംഗ് ടെക്നിക്ക് ഏതാണ് ഉപയോഗിച്ചത്, സാമ്പിൾ സൈസ് എത്രയുണ്ട്, ടൂൾ ഫോർ ഡേറ്റ അനാലിസിസ് ഏതൊക്കെയാണ്, ടൂൾ ഫോർ ഡേറ്റ കളക്ഷൻ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ലിമിറ്റേഷൻസ് പഠിച്ചു വെക്കണം. പിന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനകത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം എന്നൊക്കെ പഠിക്കാം. പിന്നെ നമ്മോട് പലരോടും ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഏതെങ്കിലും ഒരു 4 ഫൈൻഡിങ്സ് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫൈൻഡിങ്സാണ് അവിടെ പറയേണ്ടത്. സ്റ്റഡിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫൈൻഡിങ്സുകളൊക്കെ ഉണ്ടാവും നമുക്ക്, പക്ഷേ അതൊന്നും പറയാൻ പാടില്ല. സ്റ്റഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് നമുക്ക് തോന്നുന്ന ഫൈൻഡിങ്സുകൾ വേണം എന്ത് ചെയ്യാൻ നമ്മളവിടെ